ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. കർഷക ക്ഷേമത്തിനും തൊഴിൽ മേഖലയ്ക്കും ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം. യുവജനങ്ങൾക്ക് തൊഴിലും നൈപുണ്യ വികസനവും ഉറപ്പുവരുത്താൻ പ്രത്യേക പാക്കേജ്. കാർഷിക മേഖലയ്ക്കായി 1.52 ലക്ഷം കോടി രൂപ വകയിരുത്തി. മുദ്രാ വായ്പാ തുക 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമായി ഉയർത്തും. പ്രധാൻമന്ത്രി ആവാസ് യോജന 2.0യിലൂടെ 1 കോടി കുടുംബങ്ങൾക്ക് വീട് വച്ച് നൽകും. ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമായി പ്രത്യേക വികസന പദ്ധതികൾ. ആദായനികുതി ഘടനയിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. പുതിയ ആദായനികുതി സമ്പ്രദായത്തിന് കീഴിൽ നിരവധി ആനുകൂല്യങ്ങൾ. ആദായനികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കില്ല. ക്യാൻസർ ചികിത്സയ്ക്കുള്ള 3 മരുന്നുകളുടെ കസ്റ്റംസ് തീരുവ കേന്ദ്ര ബജറ്റ് ഒഴിവാക്കി. വാർത്തകൾ വിശദമായി. കാർഷിക മേഖല, അടിസ്ഥാന സൌകര്യ വികസനം, തൊഴിൽ എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് 2024-25 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. ആഗോള സമ്പദ് രംഗം അനിശ്ചിതാവസ്ഥ നേരിടുന്നതിനിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തിളക്കത്തോടെ വളർച്ച തുടരുന്നതായി ധനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. കർഷകർ, പാവപ്പെട്ടവർ, വനിതകൾ, യുവജനങ്ങൾ എന്നീ 4 വിഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് കേന്ദ്ര ബജറ്റ്. തൊഴിൽ, നൈപുണ്യ വികസനം, MSME, മധ്യവർഗ ക്ഷേമം എന്നിവയ്ക്ക് ബജറ്റ് ഊന്നൽ നൽകുന്നു. കാർഷികോൽപാദനം, തൊഴിൽ, നൈപുണ്യ വികസനം, നിർമ്മാണ സേവന മേഖലകൾ, അടിസ്ഥാന സൌകര്യ വികസനം, മാനവശേഷി വികസനം, സാമൂഹിക നീതി, ഊർജ്ജ സുരക്ഷ തുടങ്ങി 9 മേഖലകൾ കേന്ദ്രീകരിച്ചാവും സർക്കാരിന്റെ പ്രവർത്തനമെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നു. പ്രധാൻമന്ത്രി ഗരീബ് കല്യാൺ യോജന 5 വർഷത്തേക്ക് കൂടി നീട്ടിയതായും 80 കോടി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചതായും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. കൃഷി, കാർഷിക അനുബന്ധ മേഖലകൾക്കായി 1.52 ലക്ഷം കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കാലാവസ്ഥാ വെല്ലുവിളികളെ അതിജീവിക്കുന്ന 109 ഇനം കാർഷിക വിളകൾ പുറത്തിറക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രത്യേക പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട്. അടുത്ത 2 വർഷത്തിൽ 1 കോടി കർഷകരെ ജൈവ കൃഷിയിലേക്ക് എത്തിക്കും. പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവയുടെ വികസനത്തിന് പ്രത്യേക പ്രാധാന്യം നൽകും. കർഷക സംഘങ്ങൾ, സഹകരണ സംഘങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ വിതരണ ശൃംഖല മെച്ചപ്പെടുത്തും. 5 സംസ്ഥാനങ്ങളിൽ കൂടി കിസാൻ ക്രെഡിറ്റ് കാർഡ് വ്യാപിപ്പിക്കും. കാർഷിക മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും വികസിപ്പിക്കും. ഡിജിറ്റൽ കാർഷിക സർവേ 400 ജില്ലകളിൽ നടപ്പാക്കും. കാർഷിക മേഖലയിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. Priority 1, productivity and resilience in agriculture, transforming agricultural research. Our government will undertake a comprehensive review of the agricultural research setup to bring the focus on raising productivity and developing climate resilient varieties. Funding will be provided in challenge mode, including to the private sector. Domain experts, both from the government and outside, will oversee the conduct of such research. രാജ്യത്തെ യുവജനങ്ങളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് അതീവ പ്രാധാന്യമാണ് കേന്ദ്ര ബജറ്റിൽ നൽകിയിരിക്കുന്നത്. 4.1 കോടി യുവജനങ്ങൾക്ക് തൊഴിലും നൈപുണ്യ വികസനവും ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പാക്കേജിന്റെ ഭാഗമായി 2 ലക്ഷം കോടി രൂപയുടെ 5 പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസത്തിനും നൈപുണ്യ വികസനത്തിനുമായി 1.48 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക്. തൊഴിലനുബന്ധ ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി പ്രധാനമന്ത്രിയുടെ പാക്കേജിലൂടെ 3 പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. പുതിയതായി തൊഴിൽ സേനയുടെ ഭാഗമാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും കേന്ദ്രം ഉറപ്പു നൽകുന്നു. EPF അംഗത്വമെടുക്കുന്നവർക്ക് 1 മാസത്തെ വേതനം പാരിതോഷികമായി നൽകും. 15,000 രൂപ വരെയാണ് 3 തവണകളായി നൽകുന്നത്. തൊഴിൽ സേനയുടെ ഭാഗമായ ശേഷമുള്ള ആദ്യ 4 വർഷങ്ങളിൽ തൊഴിലാളിക്കും തൊഴിലുടമയ്ക്കും നേരിട്ട് ആനുകൂല്യം കൈമാറും. മുദ്രാ ലോൺ പരിധി 20 ലക്ഷമാക്കി ഉയർത്തുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. നിർമ്മാണ മേഖലയിൽ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാനും ബജറ്റ് ലക്ഷ്യമിടുന്നു. 30 ലക്ഷം യുവാക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. തൊഴിൽ സേനയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകളും നിർമ്മിക്കും. വ്യാവസായിക രംഗത്തെ തൊഴിലാളികൾക്കായി വാടക വീടിനും ഡോർമെട്രിക്കും സൌകര്യമൊരുക്കും. രാജ്യത്തെ 1 കോടി യുവജനങ്ങൾക്ക് അടുത്ത 5 വർഷത്തിനിടെ ഇന്റേൺഷിപ്പിന് 500 മുൻനിര കമ്പനികളിൽ അവസരമൊരുക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
അടിസ്ഥാന സൌകര്യ വികസനത്തിന് 11,11,111 കോടി രൂപ മൂലധന നിക്ഷേപം കേന്ദ്രം വകയിരുത്തി. ഇത് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3.4%. സംസ്ഥാനങ്ങൾക്ക് അടിസ്ഥാന സൌകര്യ വികസനത്തിന് നൽകുന്ന ദീർഘകാല പലിശരഹിത വായ്പ തുടരുമെന്നും ധനമന്ത്രി അറിയിച്ചു. 1.5 ലക്ഷം കോടി രൂപ ഈ ഇനത്തിൽ സംസ്ഥാനങ്ങൾക്ക് വകയിരുത്തി. ദേശീയ വ്യാവസായിക വികസന ഇടനാഴി പദ്ധതിക്ക് കീഴിൽ 12 വ്യാവസായിക പാർക്കുകൾ ആരംഭിക്കും. 100 നഗരങ്ങളിൽ വ്യാവസായിക പാർക്കുകൾ വികസിപ്പിക്കും. PM ആവാസ് യോജനയിലൂടെ 3 കോടി വീടുകൾ കൂടി നിർമ്മിച്ചു നൽകും. 2.66 ലക്ഷം കോടി രൂപ ഗ്രാമീണ വികസനത്തിന് വകയിരുത്തി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന 4ാം ഘട്ടം ആരംഭിക്കും. പദ്ധതിയിലൂടെ 25,000 ഗ്രാമീണ റോഡുകൾ നവീകരിക്കും. തിരഞ്ഞെടുത്ത നഗരങ്ങളിൽ ആഴ്ചതോറും പ്രവർത്തിക്കുന്ന സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ ആരംഭിക്കും. 30 ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള 14 വൻ നഗരങ്ങളിൽ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് പ്ലാനുകൾ നടപ്പാക്കും. പുരപ്പുറ സൌരോർജ്ജ പദ്ധതിയുടെ ഭാഗമായി 1 കോടി വീടുകളിൽ സൌരോർജ്ജ പാനൽ സ്ഥാപിക്കും. ഇടക്കാല ബജറ്റിൽ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം 2 കോടിയിലധികം പേരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തതെന്നും ധനമന്ത്രി പറഞ്ഞു. വികസനം ലക്ഷ്യമിട്ട് ദേശീയ സഹകരണ നയം കൊണ്ടുവരുമെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു. രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് 10 ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പ അനുവദിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇത് പ്രയോജനകരമാകും. 3% പലിശ ഇളവിലാണ് വായ്പ ലഭ്യമാക്കുക. 25,000 വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം ഗുണം ലഭിക്കുന്ന തരത്തിൽ മോഡൽ സ്കിൽ ലോൺ പദ്ധതി വ്യാപിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ബജറ്റിലൂടെ 32.07 ലക്ഷം കോടിയുടെ വായ്പേതര വരുമാനമാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. 48.2 ലക്ഷം കോടി രൂപയാണ് മൊത്തം ചെലവ്. നികുതി വരുമാനം 25.83 ലക്ഷം കോടി രൂപ പ്രതീക്ഷിക്കുന്നു. ധനക്കമ്മി GDPയുടെ 4.9%-ആയാണ് കണക്കാക്കുന്നത്. അടുത്ത വർഷം ധനക്കമ്മി 4.5% ആക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ധനമന്ത്രി പറഞ്ഞു. പ്രതിരോധ മേഖലയ്ക്ക് 6.21 ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. മൊത്തം ബജറ്റിന്റെ 8%-ആണ് പ്രതിരോധ വിഹിതം. സബ്സിഡിക്കായി വരുമാനത്തിന്റെ 6% വിനിയോഗിക്കും. ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമായി പ്രത്യേക വികസന പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശിൽ പുതിയ വിമാനത്താവളങ്ങളും മെഡിക്കൽ കോളേജുകളും വികസിപ്പിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. കായിക മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനവും സംസ്ഥാനത്ത് ഉറപ്പുവരുത്തും. പ്രളയ സാഹചര്യം നേരിടുന്നതിന് ബീഹാറിന് 11,500 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചു. ആന്ധ്രാപ്രദേശിന് പുതിയ തലസ്ഥാനം രൂപീകരിക്കുന്നതിനായി പ്രത്യേക ധനസഹായവും ധനമന്ത്രി പ്രഖ്യാപിച്ചു. 15,000 കോടി രൂപ ഇതിനായി ഈ സാമ്പത്തിക വർഷം ലഭ്യമാക്കും. ആന്ധ്രയിലെ കർഷകർക്ക് ഏറെ ഗുണകരമാകുന്ന പോളാവരം പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഉത്തരാഖണ്ഡിനും സിക്കിമിനും മണ്ണിടിച്ചിൽ സാഹചര്യം നേരിടാൻ പ്രത്യേക സഹായവും ബജറ്റിൽ വകയിരുത്തി. പുതിയ രീതിയിലുള്ള ആദായ നികുതി നിർണയ സമ്പ്രദായത്തിന് കീഴിൽ കൂടുതൽ ഇളവുകളും ധനമന്ത്രി പ്രഖ്യാപിച്ചു. പുതിയ സംവിധാനത്തിന് കീഴിലെ ആദായ സ്ലാബുകളും പരിഷ്കരിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000-ൽ നിന്ന് 75,000-ആക്കി. 3 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല. പെൻഷൻകാർക്കുള്ള കുടുംബ പെൻഷന്റെ നികുതി ഇളവ് 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി. In the new tax regime, the tax rate structure is proposed to be revised as follows: 0 to 3 lakh rupees, nil; 3 to 7 lakh rupees, 5%; 7 to 10 lakh rupees, 10%; 10 to 12 lakh rupees, 15%; 12 to 15 lakh rupees, 20%; and above 15 lakh rupees, 30%. ആദായ നികുതി നിയമത്തിൽ സമഗ്ര പരിഷ്കരണം വരുത്തുമെന്നും ധനമന്ത്രി അറിയിച്ചു. ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കില്ല. വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് നികുതി 35%-ആക്കി കുറച്ചു. എല്ലാ വിഭാഗം നിക്ഷേപകർക്കുമുള്ള ഏഞ്ചൽ ടാക്സ് നിർത്തലാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. ക്യാൻസർ ചികിത്സയ്ക്കുള്ള 3 മരുന്നുകളുടെ കസ്റ്റംസ് തീരുവ കേന്ദ്ര ബജറ്റ് ഒഴിവാക്കി. മൊബൈൽ ഫോൺ, ചാർജറുകൾ തുടങ്ങിയവയുടെ തീരുവ 15%-ആയി കുറച്ചിട്ടുണ്ട്. സ്വർണ്ണം, വെള്ളി തുടങ്ങിയ വിലപിടിപ്പുള്ള ലോഹങ്ങളുടെ കസ്റ്റംസ് തീരുവ 6%-ആയി കുറച്ചു. പ്ലാറ്റിനത്തിന്റെ തീരുവ 6.4%-ആക്കി. തുണി, തുകൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ കസ്റ്റംസ് തീരുവയും കുറച്ചു. അതേസമയം പ്ലാസ്റ്റിക്, ഫ്ലെക്സ്, PVC തുടങ്ങിയവയുടെ ഇറക്കുമതി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി തീരുവ 10%-ൽ നിന്ന് 25%-ആക്കി ഉയർത്തി. അമോണിയം നൈട്രേറ്റിന്റെ തീരുവ 7.5%-ൽ നിന്ന് 10%-ആയും വർദ്ധിപ്പിച്ചു. തൊഴിൽ ചെയ്യുന്ന അമ്മമാർക്ക് ആശ്വാസമായി രാജ്യത്ത് കൂടുതൽ ക്രഷുകൾ ആരംഭിക്കും. തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാൻ സ്ത്രീകൾക്കായി പ്രത്യേക നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾക്ക് രൂപം നൽകും. ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് PM ജൻജാതീയ ഉന്നത് ഗ്രാമ അഭിയാൻ തുടക്കം കുറിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. കർഷക ക്ഷേമത്തിനും തൊഴിൽ മേഖലയ്ക്കും ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം.
യുവജനങ്ങൾക്ക് തൊഴിലും നൈപുണ്യ വികസനവും ഉറപ്പുവരുത്താൻ പ്രത്യേക പാക്കേജ് കാർഷിക മേഖലയ്ക്കായി 1.52 ലക്ഷം കോടി രൂപ വകയിരുത്തി. മുദ്ര വായ്പാ തുക 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമായി ഉയർത്തും. പ്രധാൻമന്ത്രി ആവാസ് യോജന 2.0യിലൂടെ 1 കോടി കുടുംബങ്ങൾക്ക് വീട് വച്ച് നൽകും. ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമായി പ്രത്യേക വികസന പദ്ധതികൾ. ആദായനികുതി ഘടനയിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. പുതിയ ആദായനികുതി സമ്പ്രദായത്തിന് കീഴിൽ നിരവധി ആനുകൂല്യങ്ങൾ. ആദായനികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കില്ല. ക്യാൻസർ ചികിത്സയ്ക്കുള്ള 3 മരുന്നുകളുടെ കസ്റ്റംസ് തീരുവ കേന്ദ്ര ബജറ്റ് ഒഴിവാക്കി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.